ഒരു ആദ്യത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഞങ്ങൾ വി ആർ പാട്ടീലിനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രധാനമായൊരു സംഗതി ഇപ്പം ഓർമ്മിക്കേണ്ടതുണ്ട്. അലന്ത് എന്ന് പറഞ്ഞിട്ടുള്ള നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം, കർണാടകയിലെ അലന്ത് മണ്ഡലത്തിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? വോട്ട് ചോരി വിഷയത്തിൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ആ പത്രസമ്മേളനത്തിൽ പ്രധാനമായി പറഞ്ഞിരുന്ന അലന്ത് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വോട്ട് ചോരിയെക്കുറിച്ചാണ്. അത് അവിടുത്തെ MLA ആണ് ഇദ്ദേഹം. ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വരവിന്. ജനാധിപത്യത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ ഇപ്പം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് അലന്ത് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനമായ ഒന്ന്. പിന്നെ ഒന്ന് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ അലന്ത് മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഒരു നല്ല കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാന കാര്യം, അദ്ദേഹം അവിടുത്തെ ആസൂത്രണ കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചീഫ് ആണ്. അതുമാത്രമല്ല ഈ ഒരു സോഷ്യലിസ്റ്റ് ട്രഡീഷൻ ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരാളുള്ളത് ശശികുമാറാണ്. കേരളത്തിലെ ISO പ്രസ്ഥാനത്തിലൂടെ സംഘടനയിലേക്ക് വന്ന് സജീവമായി ലോഹ്യവിചാരവിധിയിലൂടെയും മറ്റും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രത്യയശാസ്ത്ര പിന്തുണയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരാവുന്ന അപജയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഗാന്ധിയുടെ 7 സിൻസ് എന്ന് പറഞ്ഞൊന്നുണ്ട്. 7 പാപങ്ങൾ, അല്ലെ 7 കുറ്റങ്ങളെന്നോ പാപങ്ങളെന്നോ നമുക്ക് പറയാം. അത് ഞാനത് വായിക്കാം. അത് വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്ന് സംശയം തോന്നാമെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ 7 പാപങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതാണ്: അധ്വാനമില്ലാത്ത സമ്പത്ത്, വെൽത്ത് വിത്തൗട്ട് വർക്ക്. അധ്വാനിക്കാതെ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു പാപമാണ്. മനസാക്ഷിയില്ലാത്ത ആനന്ദം, പ്ലഷർ വിത്തൗട്ട് കോൺഷ്യസ്. അടുത്തത് മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, സയൻസ് വിത്തൗട്ട് മൊറാലിറ്റി. മറ്റൊന്ന് സ്വഭാവമില്ലാത്ത അറിവ്, നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. അടുത്തത് തത്വങ്ങളില്ലാത്ത, ഫിലോസഫി ഇല്ലാത്ത, പ്രത്യയശാസ്ത്രമില്ലാത്ത രാഷ്ട്രീയമാണ്. അത് പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ കൃത്യമായ ഒരു ടൈറ്റിലാണ് നമ്മൾ എടുക്കുന്നത്, ചർച്ച ചെയ്യാൻ എടുക്കുന്നത്. പിന്നെ ധാർമ്മികതയില്ലാത്ത വാണിജ്യമാണ്, കമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി. ത്യാഗമില്ലാത്ത ആരാധന, വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. ഇതിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ചലിപ്പിക്കുന്നത് അതിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഫിലോസഫിയുടെ, തത്വചിന്തയുടെ, ഒരു പ്രിൻസിപ്പിളിൻ്റെ ആവശ്യമുണ്ട്. അതില്ലാതിരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അപജയം നേരിടുന്നത്, മൂല്യച്യുതി നേരിടുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപനങ്ങളും സംഘടനകളും തമ്മിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അതിനിവിടെ ഒരു തെളിവ് ഞാൻ പറയാം. ഇത് സംഘടിപ്പിക്കുന്നത് രാമനോർ ലോഹ്യ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നാഷണൽ ജനതാദളാണ്. ഇതിൽ നമ്മളോട് സംവദിക്കാൻ അതേ വിഷയത്തിൽ വരുന്നത് ഒന്ന് BR പാട്ടീൽ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. മറ്റൊരാൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ശശികുമാറാണ്. ഞാനാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്നുവരെ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്. ഇതിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ മാത്രം നിന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളിൽ പലരും, ഈ സദസ്സിൽ പലരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. പക്ഷെ പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ എടുക്കുമ്പോൾ അത് ഡോക്ടർ ലോഹിയുടെയും ഇന്ത്യൻ സോഷ്യലിസ്റ്റുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ്. സന്ദീപ് പാണ്ഡേജിയുടെ ഉണ്ട്. അദ്ദേഹം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. സുനിൽ MG ഉണ്ട്, അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ പാർട്ടിയുടെയോ ബാനറിൻ്റെയോ അടിസ്ഥാനത്തിൽ
വളരെ വ്യത്യസ്തരാകുമ്പോൾ പോലും പ്രത്യയശാസ്ത്രം എന്നുള്ള ഒരു അടിവരയിട്ടാൽ, ഇപ്പം വിനോദ് പയ്യയുടെ ഉണ്ട്, അദ്ദേഹം മുമ്പ് സമാജ്വാദി ജനപരിഷത്തിൻ്റെ നേതാവായിരുന്നു, ഇപ്പോൾ ലോഹ്യ വിചാരവേദിയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ഡോക്ട്രിൻ എന്നൊക്കെ പറയുന്നത്, പൊളിറ്റിക്കൽ ഫിലോസഫി എന്നൊക്കെ ഐഡിയോളജി എന്നൊക്കെ പറയുന്നത്, അത് തമ്മിൽ സംഘടനയുടെയോ ബാനറുകളുടെയോ വ്യത്യാസം കാണണമെന്നില്ല. പക്ഷെ നമ്മൾ വളരെ വ്യത്യസ്തരാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തരായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അവർ മാർക്സിസത്തിൽ നിന്ന്, ഗാന്ധിയൻ ചിന്തകളിൽ നിന്ന് വളരെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. മാർക്സിസം അപര്യാപ്തമാണ് എന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് അവർ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ബിയോണ്ട് മാർക്സിസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ പെട്ടെന്നൊരിക്കൽ അപ്രതീക്ഷിതമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ പ്രസ്ഥാനത്തിൽ നിന്ന്, സമരത്തിൽ നിന്ന് പിൻവാങ്ങും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് പിൻവാങ്ങും. ഈ പിൻവാങ്ങിയ ഘട്ടത്തിൽ എന്താണ് അതിന് കാരണം? സ്വാഭാവികമായും പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, റഷ്യ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ റഷ്യ യുദ്ധത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഇനി റഷ്യയെ സംരക്ഷിക്കണം, ജനകീയമായ ഒരു ഭരണമാണ് റഷ്യയിലുള്ളതെന്നും റഷ്യയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ലോകത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ടെന്നുമായിരുന്നു അതിന് ന്യായീകരണമായി പറഞ്ഞത്. അതിന് വേറൊരു മുദ്രാവാക്യം വെച്ചത് ഫാസിസം ലോകത്തെ കീഴടക്കാൻ പോകുന്നുവെന്നാണ്. അതിനെതിരായിട്ടാണ് റഷ്യ നിൽക്കുന്നത്. അതുകൊണ്ട് റഷ്യ ശരിയാണ്, ഇതൊരു ജനകീയ യുദ്ധമാണ് ആയി മാറുന്നു. അതുവരെ സാമ്രാജ്യത്വ യുദ്ധമാണ് എന്നായിരുന്നു വിവേക്ഷ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1939 ആഗസ്റ്റ് 22 അന്ന് സോവിയറ്റ് റഷ്യയും ഫാസിസ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം നിഷ്ഠൂരനായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള ഹിറ്റ്ലറും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്നുണ്ട്. കൃത്യമായി ഡേറ്റ് ഓർമ്മിക്കണം, ആഗസ്റ്റ് 22, 1932. അതെന്തായിരുന്നു കരാറെന്ന് വെച്ചാൽ, തമ്മിൽ യുദ്ധം ചെയ്യില്ല. പ്രിൻസിപ്പിളിനെ പറ്റി ആലോചിക്കണേ നിങ്ങൾ. അവിടെ ആ സമയത്ത് സംഭവിക്കുന്നത്, അവിടുത്തെ ആളുകളെ മതത്തിൻ്റെ പേര്, ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്, സോഷ്യലിസ്റ്റുകളെ കൊല്ലുകയാണ്, കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലുകയാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? അതേ സ്ഥലത്തുള്ള ഒരു ഭരണാധികാരിയുമായിട്ട് സ്റ്റാലിൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി കരാറിൽ ഒപ്പിടുന്നു. 10 കൊല്ലത്തേക്ക് നമ്മൾ തമ്മിൽ ഒരു യുദ്ധമില്ല. യുദ്ധമില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, ഒരു ശല്യം ഉണ്ടാക്കില്ല. അപ്പോൾ രണ്ടുപേരുടെയും പ്രശ്നം എന്താണ്? അവരവരുടെ സങ്കുചിതമായ ദേശീയതയ്ക്കുള്ളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞു, സെപ്റ്റംബർ 1 കൃത്യം 10 ദിവസം കഴിയുമ്പം ലോകമഹായുദ്ധം ഉണ്ടായി. അപ്പോൾ കരാർ പാലിക്കപ്പെടുന്നു, യാതൊരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല, സാമ്രാജ്യത്വ യുദ്ധമാണ്, ആരും അതിൽ പങ്കെടുക്കുന്നില്ല. കുറച്ചുകൂടി കാലം കഴിഞ്ഞു, 1941 ആയപ്പോൾ വിജയത്തിൻ്റെ ഉന്മാദത്തിൽ ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? റഷ്യയെ ആക്രമിക്കുന്നു. ഉടനെ റഷ്യ പകച്ചു പോകുന്നു. റഷ്യ എന്ത് ചെയ്യുന്നു? യുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം ഫ്രാൻസിനോടൊപ്പം അമേരിക്കയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അന്ന് മുതൽ അതുവരെ സാമ്രാജ്യത്വ യുദ്ധമായത് പെട്ടെന്ന് എന്തായിട്ട് മാറുന്നു? അത് ജനകീയ യുദ്ധമാണ്, റഷ്യയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ചുവട് മാറ്റം വരുന്നു. ഈ സമയത്ത് ഡോക്ടർ ലോഹ്യ, അതേ ആകെ ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട് സോഷ്യലിസ്റ്റുകൾ. ശരിക്കും അവർ പ്രതീക്ഷിക്കുന്നില്ല. CSP ആണ് എല്ലാവരും. അവരപ്പോഴും ആലോചിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഡോക്ടർ ലോഹ്യ ആ കാലത്താണ് എക്കണോമിസ്റ്റ് ആഫ്റ്റർ മാർക്സ് എന്ന ഒരു പ്രബന്ധം എഴുതുന്നത്. അന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്, ഇത് കേവലം സ്റ്റാലിൻ്റെയോ അല്ല കേവലം ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രാഷ്ട്രീയമായ കാരണമല്ല, അതൊരു ചിന്തയുടെ വിഷയമാണ്. അത് ഐഡിയോളജിക്കൽ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു വിഷയം, ദൗർബല്യമാണ്. അതേക്കുറിച്ച് ഡോക്ടർ ലോഹ്യ ചിന്തിക്കുകയും അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം, സാംസ്കാരികം, സാമൂഹികം എന്ന വ്യത്യസ്തമായ തലങ്ങളിൽ വെച്ച് അതിനെ പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ വിവിധ പ്രബന്ധങ്ങൾ എഴുതാൻ, പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹം തയ്യാറാവുകയാണ്.
അതിൽ ആദ്യത്തെ പ്രബന്ധമാണ് എക്കണോമിക്സ് ആഫ്റ്റർ മാർക്സ്. അത് മാത്രമേ പുറത്ത് വന്നുള്ളൂ എന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ അപ്പോഴും നമ്മൾ പറയുന്നത് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. അത് നമ്മൾ വളരെ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ കൃത്യമായും ഒരു പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഊർജം സ്വീകരിക്കുന്നത് മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധി ഇതേപോലെയാണ്. ലോകം മുഴുവൻ വലിയൊരു മോഡേണിറ്റിയുടെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകം മുഴുവൻ ഒരു ആധുനികമായ യന്ത്രവൽകൃത നാഗരികതയുടേതായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇത് അപകടമാണ്, ഇങ്ങനെ പോയാൽ ലോകത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, മുഴുവൻ മനുഷ്യർക്കും പങ്കാളിത്തമുള്ള ഒരു സമ്പ്രദായത്തെ, ഒരു നാഗരികതയെ സൃഷ്ടിക്കണം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വരുന്നത്. അദ്ദേഹം പറയുന്നു, അധികാരത്തെ, രാഷ്ട്രീയ അധികാരത്തെ വികേന്ദ്രീകരിക്കണം, ജനാധിപത്യവൽക്കരിക്കണം. രാഷ്ട്രീയ അധികാരത്തെ, പൊളിറ്റിക്കൽ പവറിനെ ഡെമോക്രാറ്റൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ പഞ്ചായത്തി രാജും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഗ്രാമസഭയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഫലപ്രദമാവില്ല. സാമ്പത്തിക ജനാധിപത്യവൽക്കരണം നടക്കണം. എക്കണോമിക്സിൽ ജനാധിപത്യവൽക്കരണം അതെന്താണ്? ഉൽപ്പാദനത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ പങ്കാളിത്തം ഉണ്ടാകണം. ജനങ്ങൾക്ക് മുഴുവൻ പങ്കാളിത്തം ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യം വിജയിക്കുകയുള്ളൂ. അതായത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യയെ പോലുള്ളൊരു സമൂഹത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇത് ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇന്ത്യയെ പോലുള്ള സമൂഹത്തിൽ നമുക്ക് കൃത്യമായി അത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ആദിവാസി ഒരു ജനതയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹം ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. അവർ ജനത, ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനത എന്ന് പറയുന്നതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നു, ആദിവാസികൾ ഉൾപ്പെടുന്നു, ദളിതർ ഉൾപ്പെടുന്നു. അതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 70-75% ആളുകളാണ്, അല്ല 80% ആളുകളാണ്. ഇവരെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് വികസനം പോകുന്നതെങ്കിൽ, വളരെ വലിയ യന്ത്രവൽക്കരണമാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുക ഈ മനുഷ്യർക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ഗ്രാമസഭ വിളിച്ചിട്ടും ഏത് തരത്തിലും സാധ്യമാവുന്ന ഒരു കാര്യമില്ല. അപ്പോഴാണ് ഇവർക്ക് കൂടെ പങ്കെടുക്കാവുന്ന രീതിയിൽ, ഇവർ കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പാദന സമ്പ്രദായത്തെ പറ്റി ചിന്തിക്കുന്നത്. അതാണ് പ്രൊഡക്ഷൻ ബൈ മാസസ് എന്നാണ് ഗാന്ധി പറയുന്നത്. അതായത് ജനങ്ങളെല്ലാവരും, അതിൻ്റെ പ്രതീകമാണ് ചർക്ക. അതിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായി, പ്രത്യയശാസ്ത്രപരമായി നിരീക്ഷിച്ച് കുറച്ചുകൂടെ ശാസ്ത്രീയമായി പരിഷ്കരിച്ചിട്ടുള്ളതാണ് സ്മോൾ മെഷീൻ ടെക്നോളജി എന്ന് പറയുന്ന ചെറുകിട യന്ത്രത്തിൻ്റെ രാഷ്ട്രീയം. ആര് മുന്നോട്ട് വയ്ക്കുന്നു? ഡോക്ടർ ലോഹ്യ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രത്യയശാസ്ത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ പേരെടുത്ത് പറയട്ടെ, AAP. അവർ പറഞ്ഞ പ്രത്യയശാസ്ത്രമൊന്നും പ്രശ്നമല്ല, ഗുഡ് ഗവേണൻസ് മതി. നമുക്കറിയാം അവരെവിടെ എത്തി നിൽക്കുന്നത്. പ്രത്യയശാസ്ത്രത്തെ കൈവിട്ട് കളഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ LDFിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുക, അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി പോയി കോർപ്പറേറ്റിസം, അല്ല കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിയും അതിൻ്റെ നിലപാടുകൾ മുഴുവൻ മറന്നു. നാട്ടിലെ സമ്പന്നരായിട്ടുള്ള മധ്യവർഗത്തിൻ്റെതായ ഇഷ്ടങ്ങൾ, കേരളയിൽ ഏറ്റവും സ്പീഡ് പോവുക, ഒരു വലിയ ഇത് ദേശീയപാതകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തുരങ്കപാത ഉണ്ടാക്കുക, ഈ രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു. അത് സമൂഹത്തെ ഏറ്റവും അധികം യന്ത്രവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിലെ മധ്യവർഗത്തിനും അതിനുപരിവർഗത്തിനും വലിയ സന്തോഷമായിരിക്കും. ഇത് ഗാന്ധിയുടെയോ ഒരു സോഷ്യലിസ്റ്റ് ചിന്തയുടെയോ നേരെ എതിരെ നിൽക്കുന്നതാണ്. ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ചുള്ള കമൻറ്റ് നമ്മളിപ്പം BR പാട്ടീലിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് ഇൻവൈറ്റിംഗ് BR പാട്ടീൽ ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്, ടു ഷെയർ ഹിസ് ഐഡിയാസ്. Respected guys and friends and comrades, I came here after a long time
to address a gathering like all committed and very sportive socialists. Of course, many times I have been invited, but I was unable to come that time. This is the first time I am coming to Kerala in this kind of functions. Now our friend, whatever he has said, I couldn't understand because I don't know Malayalam. He has quoted two names, veteran names, Mahatma Gandhi and Dr. Lohia. Dr. Lohia propagated Chokamba. Democracy stood on the four legs. One is parliament, another is assembly, another is Jilla Panchayat or Jilla Parishad and village Panchayat. Being a vice chairman of the Planning Commission of Karnataka, I am eager and curious to know the decentralized system in the Kerala. In fact, I wanted to bring my officials and visit one or two districts. What kind of decentralization has been introduced and propagated in this Kerala. But as per my knowledge, Kerala is the number one state in the decentralized system. Of course, my friend said to reach Panchayat it requires 99 kilometers distance. Still the lacunas are there, there are some problems are there. Mahatma Gandhi ji, he believed in Gram Swaraj. We call it in English self-governments. They are the equally, whatever the government has power, the panchayats also have power. Jilla panchayats have power in a decentralized system. But nowadays, irrespective of the party, everyone wanted to centralize power in his own hand. He don't want to give to anybody. This trend is started recently in India. You know, the Karnataka Assembly is running only 35 days in a year. Only 35 days in. No government wants to face the assembly. A state like Uttar Pradesh, they had only 17 days assembly in the entire year. Am I right, Sandeep Ji? Only 17 days assembly they had in Lucknow. This is a state of affairs of a decentralized system in this country. Now, the centralized system has totally failed. All these days, we are not having panchayats. Nowadays, after 72, 73 amendment, when Rajiv Gandhi was the Prime Minister, he brought the amendment to the Constitution. He has made a mandatory the decentralized system. In spite of that also, in Karnataka, we are not having Jilla Panchayat and Taluk Panchayat elections for the last 5 years. Same case with Maharashtra, same case with other states also. Even in Constitution it is a mandatory provisions, but we are all violating the mandatory provisions of the Constitution also. As far as the planning is concerned, in 72 73 amendment, District Planning Committee is a mandatory constitutional body. But after 35 years, nowhere in the country the planning committee has been formed. Even if they formed, they are not functioned any time. This is the state of affairs. So, centralization of power is taking place not only in India, throughout the world. What is happening in America and Canada and other countries, same thing is happening in the India also. But in India, we have a different problems. Geographically, politically and ideologically and locally, we have different problems. The only decentralized system can only develop the society
and bring the equality. The same thing Dr. Lohia propagated Chowkhamba. Now there is no Jila Panchayat, there is no Taluk Panchayat. But being a planning commission chairman, vice chairman, what I am doing here there in Karnataka is, we have made a temporary provisions. MLA will head the Taluk Panchayat planning committee, and district minister will have a district planning committee chairman. But Honorable CM, he addressed the planning committee on the 15th of May. Till today, nowhere in the taluka level or district level committee has been formed and decided anything. Then they won't get the budget in a budget session. So Dr. Lohia also very strongly propagated a decentralized system. Now you have to build the decentralized system very perfectly and strongly. What Gram Sabhas, they are the people's parliament. The concept of the Gram Sabha is the people's parliament, where all the whole villagers will gather and decide what is to be done, what is to not to done, what is the requirement, what is the problem of the village, what are the problems of the people. This is the state of affairs in the entire country. So, in fact, I wanted to share your ideas also, because I believe in the dialogue and discussion. Merely delivering the speech doesn't help anything. The only now model or Gandhian model, Gandhian economy, Gandhian socialism, Gandhian decentralization. He called sometime as a Ramraj. That Ramraj concept is the same what the perfect democracy is practicing. We are here. So I handed over to my friend. If anybody wants to question and debate, but one more thing I want to tell you. Now the elections are becoming costly, very costly. But I'm afraid in future, I don't know about the Kerala much, but Kerala is a still better state. To reach the panchayat, he has to spend thousands of money. To reach the assembly, we have to spend crores of money. To reach the parliament, we have to spend tons of the money. This is what we are seeing in Tamil Nadu, Andhra Pradesh, Telangana. It has come to Karnataka, it went to Maharashtra also. Now it is entering the North India also. If this kind of costly elections are be held, no poor people will come to get elected to Panchayat, neither Jilla Panchayat, nor Assembly, nor Parliament. The whole bodies, either Parliament or Assemblies or Jilla Panchayat or Taluk Panchayat or Gram Panchayat, they will be filled with the moneyed people. In future, there is a danger for the democracy because rich people are coming to power. In this game, many corporate houses, they are funding to get done their work. That's how the democracy is derailing in this country. At the same time, Modi government, they don't believe in the decentralization system. They don't believe in democracy. They believe in centralization. One thing I will ask you, whenever I go many other places, I will ask, who is the agriculture minister of this country? Nobody knows. Who is the health minister of this country? Nobody knows. Who is the external affairs minister? Nobody knows. Only they know Modi and Shah. Only two people name they take. This kind of centralization is taking place. One or other day, it is very dangerous for democracy and country also. If we fight against this kind of attitude, we all the socialists should come together and fight against the dictatorial attitude of the BJP and RSS. Thank you. ലോഹ്യ ദിനമായതുകൊണ്ട് ലോഹ്യയുടെ ചൗക്കമ്പയെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചൗക്കമ്പ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ 4 സ്തംഭങ്ങൾ എന്നാണ്. അധികാര വികേന്ദ്രീകരണം എന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിനും സാമൂഹിക പുരോഗതിക്കും വലിയ പങ്ക് വഹിക്കേണ്ട ഒന്നാണ്.
കഷ്ടകാലം എന്ന് പറയട്ടെ, അതിനെക്കുറിച്ച് ആരും അത്ര ബോധവാന്മാരല്ല എന്നെനിക്ക് തോന്നുന്നു. ഭരണഘടനയിൽ 73 അമെൻമെൻറ്റിലൂടെ, ഭേദഗതിയിലൂടെ വന്ന പഞ്ചായത്ത് രാജ് പോലും പല സ്ഥലങ്ങളിലും സമ്പൂർണ്ണമല്ല എന്നത് ദൗർഭാഗ്യകരമാണ്. കർണാടകയിൽ പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ചീഫായി ഞാൻ ചുമതലയേറ്റ അന്നു മുതൽ തന്നെ താലൂക്ക് പഞ്ചായത്തുകൾ സംഘടിപ്പിക്കാനും സ്ഥലത്തെ MLA-മാർക്ക് അതിൻ്റെ ചുമതല നൽകാനുമുള്ള പദ്ധതികൾ ആരംഭിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് പരിപൂർണമായിട്ടില്ല എന്നത് സങ്കടകരമാണ്. നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥകൾ വളരെ ചിലവേറിയതാകുന്നു. ഇതിലുള്ള പ്രധാനപ്പെട്ട കാരണം RSSൻ്റെയും BJPയുടെയും ഇടപെടലുകളാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. നമ്മളെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ BJPയുടെയും അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും തെറ്റായ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ പോരാടണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനത് ട്രാൻസ്ലേഷൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മൊത്തം ഒരു ആലോചന കിട്ടട്ടെ എന്ന് വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഡോക്ടർ ലോഹിയുടെ ചൗക്കമ്പ എന്ന് പറഞ്ഞ ചതുസ്തംഭ രാഷ്ട്ര സിദ്ധാന്തത്തെക്കുറിച്ച് ആണ് അദ്ദേഹം ഒന്ന് സൂചിപ്പിക്കുന്നത്. ഒരു ബദൽ, അതൊരു പ്രത്യയശാസ്ത്രമായ ബദലാണ്. ജനാധിപത്യവൽക്കരണത്തിൽ ജനങ്ങളെ കയ്യിലേക്ക് അധികാരം പോകുമ്പോൾ ഡോക്ടർ ലോഹിയും ഗാന്ധിയും ഒക്കെ ചിന്തിച്ചിരുന്നത് ഏറ്റവും ചെറിയ തലത്തിൽ, ഗ്രാമതലത്തിലേക്ക് അതിൻ്റെ അധികാരം എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണെന്ന് വെച്ചാൽ അവർക്ക് ഗ്രാമത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ എത്തുക എന്നുള്ളതും അതിനവശിഷ്ടമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ചൗക്കമ്പയുടെ ഒരു പ്രത്യേകത. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഊന്നൽ. ഇത് പക്ഷേ മറ്റ് രാഷ്ട്രീയക്കാർക്ക് അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ച് പറയുന്നത്. കാരണം കർണാടകയിൽ അത് പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ ഒരു ഓർമ്മ ശരിയാണ്, ഞാനതിലൊന്ന് കൂട്ടിച്ചേർക്കാണ്. കർണാടകയിൽ ഹെഗ്ഡെയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ ജില്ലാ പരിഷത്ത് സംവിധാനം കൊണ്ടുവന്നിരുന്നു. നസീർ സാബൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അന്ന് നമ്മൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു, അന്ന് നമുക്കില്ലത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് അത് വളരെ വലിയൊരു സ്ഥാപനമാണെന്ന്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേരളം അതിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞ് നമ്മളെ നിയമസഭകൾ ചേരുന്നതിനെ കുറിച്ചാണ്. 17 ദിവസമാണ് ഉത്തർപ്രദേശിൽ നിയമസഭ സമ്മേളിക്കുന്നതെന്ന് പറയുന്നു. ആലോചിച്ച് നോക്കണം, നമ്മൾ 17 ദിവസം. അത് കർണാടകയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 35 ദിവസമാണ്. 35 ദിവസമാണ് നിയമസഭ സമ്മേളിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ആളുകൾ കേവലം 35 ദിവസം അവിടെ ചേരുന്നു. നമുക്കറിയാം 35 ദിവസം എന്തെല്ലാം നാടകം അവിടെ നടക്കുന്നതെന്ന്. നമ്മുടെ നിയമസഭയിൽ ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഏതെങ്കിലും അയ്യപ്പനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടുവന്ന് ഏതെങ്കിലും പെൺകുട്ടികളെ പെൺവിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് പൈങ്കിളിവൽക്കരിച്ച് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്ത് കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജനകീയമായ വിഷയങ്ങൾ നേരത്തെ രാമൻകുട്ടി മൂപ്പൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളൊരു വിഷയമുണ്ട്. അതൊരു ദിവസം ഒരു സബ്മിഷനിലൂടെ വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അതാണ് ശരിക്കും ജനാധിപത്യം. അതാണ് അധികാരത്തിൻ്റെ വികേന്ദ്രീകൃതമായ ഒരു സംഗതിയെക്കുറിച്ചുള്ള നമ്മളെ സങ്കല്പനം. ബട്ട് അത് പോസിബിൾ അല്ല, അത് നടക്കുന്നില്ല. നമുക്ക് നടക്കുന്നത് കോർപ്പറേറ്റുകളോ ആരോ തീരുമാനിച്ചിരിക്കുന്ന വലിയ പദ്ധതികളുടെ നടപ്പാക്കലുകളാണ്. അവിടെ ആർക്ക് പങ്കില്ല? ജനങ്ങൾക്ക് പങ്കില്ല. പ്രത്യയശാസ്ത്രപരമാവുക എന്ന് പറയുന്നത് ജനാധിപത്യപരമാവുക എന്നുള്ളതാണ്. അവിടെയാണ് ഗാന്ധിയുടെ ഗ്രാമസ്വരാജിൻ്റെയും ഡോക്ടർ ലോഹിയുടെ ചൗക്കമ്പ എന്ന് പറയുന്നത് ചതുസ്തംഭ രാഷ്ട്രം, 4 പില്ലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ഭരണഘടനയെക്കുറിച്ചുള്ള സങ്കല്പം എന്നാണ് പാട്ടീൽ സാറ് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് നമ്മൾ ശശികുമാർ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയും. സെക്കൻഡ് റൗണ്ട് യു കൻ. One thing I forgotten to tell you. Recently we had a teachers constituency MLC. Karnataka is having upper house, Vidhana Parishad. There maximum our party MLC got elected. But you know the way the money has been spent. Panditji, for one vote 10,000. That to teachers,
they are drawing salary of 70,000, 80,000 a month. They have been paid 10,000 for each vote. To buying the vote. No, the vote chori is again. Now Modi has realized that people have started suspecting him. Now he has found the other route. In Mahadevpura, what happened? Lakhs of voters have been introduced in the new list. They are not belong to their constituency. Same thing happened in my constituency. I was not knowing that those who are my voters, their names have been deleted, requested by the voters to delete the name in the voter list. This is, I came to know before this election. Then I complained against to the district authority with the chief electoral officer. Then fortunately, my returning officer, she got suspected. Something is there, golmaal. Then she verified 90% of votes are fraudulent messages. 90%. Fraudulent. Suppose you are using my Epic card number and sending message to the block level officer, BLOs, to delete my name in the voter list. Believing that my message, they have been deleted. This kind of mischief happened with me only. Somehow, then I complained. Then returning officers, after verification, he lodged a complaint to the police. FIR has been done and the inquiry has started. For the 2.5 years, Election Commission is not at all cooperating. First, Aland police have started inquiry. Election Commission has not cooperated. Second, additional SP of Gulbarga, he started inquiry. Election Commission has not at all cooperated. At last, we have handed over to the CID. CID has written 18 letters to the Election Commission. They have not replied a single letter. That means they have done some chori. They have done some mischief, it shows. So this kind of elections are also being conducted, the fake democracy. അദ്ദേഹം ഈ വിഷയം പറയുന്നതിൽ നമുക്ക് പ്രധാനമായ കാര്യമുണ്ട് കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇന്ത്യയെ ആ വിഷയം അവതരിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് വേറെ എന്ത് പറയുന്നതിനേക്കാളും പ്രധാനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സമയം നമുക്ക് നഷ്ടമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ ഉപരിസഭയുണ്ട്, നമ്മളെപ്പോലെയല്ല. രാജ്യസഭ, നമ്മൾ കേന്ദ്രത്തിൽ ഈ പാർലമെൻറ്റിൽ രാജ്യസഭയുള്ളതുപോലെ കർണാടകയിൽ ഒരു ഉപരിസഭയുണ്ട്. അതിൽ അധ്യാപകരുടേതായ നിയോജകമണ്ഡലമുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുടേതായ നിയോജകമണ്ഡലമുണ്ട്. അതിൽ അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ 10,000 രൂപ. ആൾക്ക് 10-35,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഒരു 10,000 കിട്ടിയാൽ നല്ലതാണെന്നുള്ള മട്ടിൽ അങ്ങനെ വോട്ട് വന്നു. അപ്പോഴാണ് ഞാൻ സംശയിച്ചത് അത് വോട്ട് ചോരിയുടെ വേറൊരു ഇതാണ്. അതേ പറയുന്നത് അത് അതിനേക്കാൾ അപകടമാണ്. വോട്ട് ചോരി എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ വോട്ട് വേറൊരാൾ ഒരു SMS-ലൂടെയോ അല്ലെങ്കിൽ വേറെ തരത്തിൽ വോട്ട് ഇല്ലാതാക്കിയും അവർക്ക് ആവശ്യമായ വോട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഒരു BLO ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് അവളെ അമ്മോൻ്റെ വോട്ടില്ല. അപ്പോൾ അമ്മാവൻ്റെ വോട്ട് എങ്ങനെ പോയി? അപ്പം നോക്കുമ്പോൾ അവൾ പരിശോധിച്ച് നോക്കുമ്പോൾ അടുത്ത വീട്ടിലൊരാളാണ് അമ്മാവൻ്റെ വോട്ട് പോക്കിയത്. അപ്പോൾ അവളത് അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ അയാളത് അറിയില്ല. അപ്പോൾ എവിടെയോ ഇരുന്ന് ആളുകൾ വോട്ട് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് അത് വന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പലതവണ ഇവർ വിഷയം അവതരിപ്പിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ, പിന്നെ അവസാനം പക്ഷേ അതിൽ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ഉണ്ട്. നമ്മളതിലേക്ക് പോകണമെന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സാധനം ഞാൻ സൂചിപ്പിക്കാം. അവിടുത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അവിടുത്തെ CBCID വിഭാഗവും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുക്കാൻ തയ്യാറല്ല. അപ്പം അത് വളരെ ശ്രദ്ധിക്കുക. 2 പേരിലേക്ക് നമ്മളെ ഇന്ത്യയിലെ അധികാരം, നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മോഡിയിലേക്കും അമിത്ഷായിലേക്കും അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. അവിടെയാണ് നമ്മൾ
എന്താണ് ജനാധിപത്യം, അത് ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത സോഷ്യലിസ്റ്റുകൾക്കുണ്ട്. നമ്മുടെ ഈ ചർച്ച പ്രസക്തമാകുന്നത് നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് നിങ്ങൾ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശശികുമാർ, നമുക്കിനി അരമണിക്കൂർ കൂടിയാണുള്ളത്. ഒരു 10-15 മിനിറ്റ് ശശികുമാർ സാർ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബി ആർ പാട്ടീലിനെ കേൾക്കണം. അദ്ദേഹം അവിടുന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് കൂടുതൽ സമയം അദ്ദേഹത്തെ കേൾക്കണം തന്നെയാണ് ശശികുമാറിൻ്റെയും എൻ്റെയും ആഗ്രഹം ഉണ്ടാവുക. ശശികുമാറിനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ സന്തോഷം തോന്നി. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയ വിഷയം അത് ഗാന്ധിജിയിൽ കണക്ട് ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മോഡറേറ്റർ പറഞ്ഞത്. അതായത് അധ്വാനിക്കാതെ സമ്പത്ത് ആർജിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഗാന്ധിയുടെ മറ്റൊരു സന്ദേശം ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഒരാൾ എന്ത് പറയുന്നു എന്നതിലുപരിയായി എന്ത് ചെയ്യുന്നു എന്നുകൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനം വെല്ലുവിളി ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മുതലാവട പഞ്ചായത്തിലെ ഉരൂപ്പൻ അവരുടെ ആ പ്രദേശത്തെ 11-ാം വാർഡിലെ ആൾക്കാരുടെ പ്രാദേശികമായ വിഷയങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ കേരളത്തിൽ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ നമ്മുടെ കർണാടക ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ നമ്മുടെ മുന്നിൽ പറഞ്ഞു, താലൂക്ക് തലം വരെ ആസൂത്രണ സംവിധാനം കൊണ്ടെത്തിക്കുവാൻ അവർ പരിശ്രമിക്കുന്നുവെന്ന്. നമ്മുടെ കേരളത്തിലെ, അതായത് പ്രത്യയശാസ്ത്രപരമായ ഒരു എന്താ പറയും അടിത്തറ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്ക്, സമൂഹത്തിലെ പൊതു സമൂഹത്തിൻ്റെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയെ കരുപിടിപ്പിക്കുന്നതിന് ചുമതലപ്പെട്ട നമ്മൾ എത്രത്തോളം അക്കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് ആ ചർച്ചയപ്പെടാൻ കൂടി ഈ അവസരം വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആസൂത്രണ സമിതിയുണ്ട്. ആ ആസൂത്രണ സമിതി മോളിൽ നിന്ന് ആരും തിരഞ്ഞെടുക്കുന്നതല്ല. ഗ്രാമസഭകൾ അല്ലെങ്കിൽ വാർഡ് സഭകൾ കൂടുമ്പോൾ അറിയാമല്ലോ, ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് വാർഡിനകത്ത് അല്ലെങ്കിൽ ഒരു നഗരസഭാ വാർഡിനകത്തുള്ള വോട്ടർമാരെല്ലാം ഒരുമിച്ച് കൂടുന്നതാണ്. അവിടെയൊക്കെ എത്രത്തോളം നമ്മുടെ സാന്നിധ്യം, പങ്കാളിത്തം ഉണ്ടാകാറുണ്ടോ നമ്മളൊരു പരിശോധന നടത്തണം. തീർച്ചയായും ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ തന്നെ പരിചയപ്പെടുത്താം. ജനകീയാസൂത്രണം വരുന്നതിന് മുമ്പ്, അതായത് പഞ്ചായത്ത് രാജ് നിയമം വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും എൻ്റെ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായി അല്ലെങ്കിൽ അതിൽ ഉയർന്ന ചുമതലകൾ വഹിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ രണ്ട് കാര്യം, അതായത് പഞ്ചായത്ത് ഭരണസമിതികൾക്ക് നാമമാത്രമാണെങ്കിൽ പോലും തീരുമാനം എടുക്കാൻ, ജനങ്ങളെ കേൾക്കാൻ, ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അവകാശമില്ലാതിരുന്ന ആ അവസരത്തിൽ എൻ്റെ മുന്നിൽ ഒരു ഞാൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ട് രാഷ്ട്രീയമായി എക്കാലത്തും ഒപ്പം നിന്ന പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം, അത് പറയുമ്പോൾ നമ്മുടെ സോഷ്യലിസ്റ്റുകളുടെ ഒരു ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കുറേ സോഷ്യലിസ്റ്റുകൾ ജയിലിലായി. അങ്ങനെ വിസയനുസരിച്ച് വാറണ്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത്, ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് ജോണിനൊക്കെ നേരിട്ട് അറിയുന്ന തകഴി കൃഷ്ണൻ നായർ, അത് ഒളിവിൽ താമസിച്ചു. ഞങ്ങളുടെയൊക്കെ പ്രദേശത്തായിരിക്കും എന്താ പറയും, നാട്ടുവഴികൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ പോലീസ് ജീപ്പ് വരില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് കഴിയുകയും രാത്രി സമയങ്ങളിൽ പറയാട്ടുകോണം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അക്കാലത്തുണ്ടായിരുന്നു. ആ പ്രദേശത്തായിരുന്നു സുരക്ഷിതമായി രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്ന പകുതി മറച്ച കൊച്ചു കൊച്ചു കുടിലുകൾക്ക് ഉള്ളിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ജോലി, ജനകീയാസൂത്രണം വന്നിട്ടില്ല, ആ പ്രദേശത്തുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് അവിടെയുള്ള പട്ടികജാതി കുടുംബങ്ങളുടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, കക്കൂസില്ല,
കുളിമുറിയില്ല, കിണറില്ല, പൈപ്പ് ലൈൻ വന്നിട്ടില്ല, വാഹന സഞ്ചാരം നടത്താൻ വഴിയില്ല, വൈദ്യുതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവികസിതമായ ഒരു പ്രദേശം. ആ ഡേറ്റ കണക്ട് ചെയ്ത് അന്നത്തെ പട്ടികജാതി ക്ഷേമ പഞ്ചായത്ത് കമ്മിറ്റിയെ കൊണ്ട് തീരുമാനമെടുത്ത് ഈ ഡേറ്റയായിട്ട് പട്ടികജാതി ക്ഷേമ മന്ത്രിയെ കണ്ടു. ഇത്തരം ആവശ്യങ്ങളുണ്ട്. സ്വാഭാവികമായി ഞാൻ അന്ന് കല്യാണം കഴിക്കാത്ത വളരെ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം എണീറ്റ് എനിക്ക് ശേഖരം ചെയ്തിട്ട് ഞാൻ മന്ത്രിയായതിനു ശേഷം ഇത്തരം ഒരു ആവശ്യമായിട്ട് ഒരു പഞ്ചായത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. ഉറപ്പായി ഈ കാര്യം നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ പഞ്ചായത്തിൽ ആ പ്രദേശത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിലേക്ക് കൈമാറി തന്നു. അവിടെ വാസയോഗ്യമായ വീടുകളുണ്ടായി, വൈദ്യുതി ഉണ്ടായി, റോഡുണ്ടായി, ജലപങ്കാളത്തോട്. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഉണ്ടായ അവസരത്തിൽ നമ്മളെ നെഞ്ചോട് ചേർത്ത് ഒപ്പം നിർത്തിയ ഒരു ജനസമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യം നിറവേറ്റാൻ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് കഴിയണം. ഞാൻ മറ്റൊന്ന് സൂചിപ്പിക്കുന്നത്, ആദ്യത്തെ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം വരുന്നതിന് മുമ്പ് 15 വർഷം 16 വർഷമൊക്കെ ഭരണസമിതി ഇങ്ങനെ കാലാവധി നീട്ടിക്കൊടുക്കുന്ന അവസരം ഉണ്ടായിരുന്നു. ഞാൻ 1988 തിരഞ്ഞെടുത്ത് 95 വരെ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായി തുടർന്നു. പക്ഷേ 1900 പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഒരിക്കൽ പോലും പഞ്ചായത്തിൽ ഞാൻ TA അല്ലെങ്കിൽ ഇൻസെൻറ്റീവോ വാങ്ങിയിരുന്നില്ല. പഞ്ചായത്തിലെ മറ്റു ഭരണസമിതി അംഗങ്ങളും എൻ്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പോലും പറഞ്ഞു അയാൾ വ്യക്തിപരമായി ഒരു തൻപ്രമാണിത്തം കാണിക്കാൻ വേണ്ടിയെങ്കിലും ഇതുണ്ടാക്കാൻ വേണ്ടി ചെയ്യാണ്. തിരിച്ച് ഞാൻ എൻ്റെ പഞ്ചായത്തെ പറ്റി പറഞ്ഞു ആളുകളെന്നെ തിരഞ്ഞെടുത്ത് 5 വർഷത്തേക്കാണ്. ഇനി അതിൽ കൂടുതലുള്ള കാലം ഞാൻ ആ പ്രതിഫലം വാങ്ങാതെ എൻ്റെ സേവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതെന്തുകൊണ്ടാണ് ഇതുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം ജയിലിൽ കിടന്നിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ MP സ്ഥാനം രാജിവെച്ചു. ഓർമ്മയുണ്ടോ? മധുലിമായ ആയിരുന്നു എൻ്റെ ഓർമ്മയൊന്ന്. അപ്പോൾ ഈ മധുലിമായെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. കോഴിക്കോട് നിന്ന് പറയുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ചതുസ്തംഭ രാഷ്ട്രം എന്ന് പറയുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ച് ലോഹിയുടെ സിദ്ധാന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗാന്ധിയൻ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. 1994 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ മധുലിമായ എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഉണ്ടായിരുന്നു, ചതുസ്തംഭ രാഷ്ട്രം. അത് വാങ്ങി അദ്ദേഹത്തെ കൊണ്ട് കയ്യൊപ്പ് വാങ്ങി. അതെ, 1974 അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള കാലം. അത് വായിച്ച് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്ത് സംവിധാനം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ടായി. വീണ്ടും ഞാനീ പറഞ്ഞു വന്നത് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞു വച്ച് പോകുന്നത്, ഞാൻ എല്ലാ ഗ്രാമസഭകളിലൂടെ പോവും, ആൾക്കാരുടെ കൂട്ടത്തിലിരിക്കും. പക്ഷേ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആൾക്കാർ എന്നെ ഡയസിലേക്ക് വിളിച്ചിരിക്കും, എനിക്ക് പറയാനുള്ളതും കൂടെ കേൾക്കും. പക്ഷേ ഞാൻ പങ്കെടുക്കുന്ന ഗ്രാമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയും. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ചെലവഴിച്ച വരവേലോടക്കളെക്കുറിച്ച് ചർച്ച ചെയ്യും. വർക്കിംഗ് ഗ്രൂപ്പിൽ ഞാൻ കൂടെ പോയിരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പറയാനുള്ളത് പറയാനും തങ്ങൾ തിരഞ്ഞെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത്യാവശ്യം സംശയങ്ങളുണ്ട് ചോദിക്കാനും കഴിയുന്നത് നമ്മുടെ പൊതുപ്രവർത്തകർ അത്തരം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും കുറേ കൂടി ഒരു പഞ്ചായത്ത് നമുക്ക് നിലവിലുള്ള ജനങ്ങൾക്കുള്ള അധികാരവും അവകാശവും അത് ഊട്ടിയുറപ്പിക്കാൻ കഴിയും. ഇന്നലെ തിരുവനന്തപുരത്ത് ഗാന്ധി സ്മാരകതിയിൽ ഒരു കാര്യം കൂടെ വളരെ സന്തോഷത്തോടെ പറയാനുണ്ട്. നമ്മുടെ JP ലോഹ്യ അനുസ്മരണ പരിപാടി തിരുവനന്തപുരം ഗാന്ധി സ്മാരകതി സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ അഡ്വക്കേറ്റ് രാജശേഖരൻ അടക്കം ലോഹ്യ വിചാരവേദിയുടെ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ പരിപാടി നടന്നത്. അപ്പോൾ ആ പരിപാടി നടക്കുമ്പോൾ മുതിർന്ന 2 സോഷ്യലിസ്റ്റുകൾ നമ്മൾ ആദരിക്കാനും ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണനെ കൊണ്ട് ആദരിപ്പിക്കാനും നമ്മൾ ആ അവസരം വിനിയോഗിച്ചു. അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ മുൻ MLA മോഹൻകുമാർ അടക്കം ഉള്ള ആൾക്കാർ വന്നിട്ട് ലോഹ്യയും JPയും കുറിച്ച് അവർ പഠിച്ചിട്ട് അവർ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ലോഹ്യ പൊളിറ്റിക്കൽ സ്കൂളും നാഷണൽ ജനതാദളും ചെയ്യുന്ന ഈ പ്രവൃത്തി
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും. മറ്റൊന്ന് രാഷ്ട്രസേവ എന്ന് പറയുന്ന ഒരുപക്ഷെ RSSനെതിരെ ഒരു വലിയ അപകടം വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പ്രത്യയശാസ്ത്രപരമായി ചെറുത്തു നിൽക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാർ പൊതുവിൽ ഒരു തരം ഒന്നുകിൽ അരാഷ്ട്രീയവാദമായിരിക്കും, അല്ലെങ്കിൽ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുഴലൂത്തൂരായി മാറുമ്പോൾ സ്വതന്ത്രമായി ജനാധിപത്യ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് തീർച്ചയായും രാഷ്ട്രസേവാദൾ പോലുള്ള സംഘടന അത് ഏറ്റെടുത്ത് ചെയ്യുന്ന തീർച്ചയായും പാർട്ടിയുടെ നേതൃത്വത്തെ, അതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു പ്രാദേശിക തലത്തിൽ, നമ്മളെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലാണ്. ആ പ്രാദേശിക തലത്തിൽ നമ്മുടെ അടിത്തറ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ തീർച്ചയായും അവിടെ നിലവിലുള്ള ജനാധിപത്യ ഭരണഘടനാപരമായ സംവിധാനങ്ങൾ 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമപ്രകാരം നമുക്ക് ലഭ്യമായപ്പോൾ, നമുക്കെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ലഭ്യമായ അധികാരങ്ങളും അവകാശങ്ങളും വിനിയോഗിക്കുവാൻ വേണ്ടി കൂടി നമ്മൾ ഈ പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരേ ചിന്താഗതിക്കാരായ സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം, അതിലായിരുന്നു കഴിഞ്ഞ 19, 20, 21 തീയതികളിൽ രാഷ്ട്രസേവാദളുടെ ആസ്ഥാനത്ത് വെച്ച് ചേർന്ന സോഷ്യലിസ്റ്റ് സമ്മേളനം. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഇവിടെ നമ്മൾ കോഴിക്കോട് ഇന്നിപ്പോൾ കാണുന്നത്. അതിൽ പങ്കെടുത്ത പങ്കാളികളായ ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായും വളരെ അഭിമാനത്തോടെ പറയുന്നു. അതിനെക്കുറിച്ച് സുനിലൻജി തീർച്ചയായും പിന്നെ സംസാരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പറയും. എന്നെ കേട്ട നിങ്ങൾക്ക് പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ചോദ്യങ്ങൾ വെറുതെ നമ്മൾ കേട്ടിരിക്കേണ്ടവരല്ല, നമുക്കറിയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരെ കൊണ്ട് പറയിക്കുവാൻ കൂടി നമ്മളിതിനെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം.